ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഏഷ്യൻ ടൈപ്പ് ഐസ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഐ ഷാഡോസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ണിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കണ്ണ് കുറച്ച് വികസിച്ചത് അല്ലെങ്കിൽ വലുതാക്കി കാണിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പകരം നമ്മൾ അതിൻ്റെ പുറത്ത് ഒത്തിരി ഷാഡോസ് ഇട്ട് ആ കണ്ണിന് കുറച്ചുകൂടെ വെയിറ്റ് കൊടുത്ത് ഐ ലാഷസ് ഒട്ടിച്ച് ഒക്കെ ചെയ്യുമ്പോൾ ഈ കണ്ണ് ഒന്ന് ചെറുതായി പോകും. ഹാപ്പിനെസ് ഈ ഇരിക്കുന്ന എൻ്റെ ഈ ക്ലയൻറ്റിനെ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ ഇന്ന് ഇവിടെ എന്താന്ന് വെച്ചാൽ കണ്ണിൻ്റെ മേളിൽ ഞാൻ കൺസീലർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് മാർക്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് കവർ ചെയ്തതിന് ശേഷം ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആജൽ പെൻസിൽ അപ്പർ ലിഡിൽ ഞാൻ എഴുതിയതിന് ശേഷം അതിൻ്റെ ഒരു ചെറിയ വാല് കൊടുക്കുമ്പോൾ കണ്ണ് ആക്ച്വലി ഒന്ന് നീളമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഈ തരത്തിലെ കണ്ണുകാര് ഭയങ്കര ഉപകാരം ഏതിനാണെന്നറിയാമോ? അവർക്ക് വന്ന് സ്മോക്കി ഐസ് നല്ലതായിരിക്കും. സ്മോക്കി ഐസ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് മാത്രമല്ല, ബ്രൗൺ വെച്ചും ചെയ്യാം, ഗ്രീൻ വെച്ചും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഈ കാണുന്ന ഐസിനെക്കാളും നമുക്ക് കുറച്ച് മേളിലായിട്ട്, അതായത് ഈ ഐസിൻ്റെ കുറച്ച് മേളിലായിട്ട് നമുക്ക് എക്സ്ട്രാ ഷാഡോ കൊടുക്കാൻ പറ്റും. എക്സ്ട്രാ ഷാഡോ കൊടുക്കുമ്പോൾ കണ്ണ് കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആകും. അപ്പം ഇങ്ങനത്തെ കണ്ണുകൾ ചെയ്യുമ്പം വളരെ സൂക്ഷിക്കുക. മേക്കപ്പിൽ പല പ്രൊസീഡേഴ്സ് ഉണ്ട്. അതായത് ഐ ഷാഡോ ഇടണം, അത് കഴിഞ്ഞാൽ ലാഷസ് ഒട്ടിക്കണം, ഇതൊക്കെ ഒരു പ്രൊസീഡറാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട എന്താണെന്നറിയോ? നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കസ്റ്റമർ, ആ കസ്റ്റമറിൻ്റെ ഫീച്ചേഴ്സിന് ആവശ്യമായ കാര്യം മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാവൂ. അല്ലാതെ എല്ലാം നമ്മൾ അവരുടെ ആ ഒരു കണ്ണിൽ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ബോറാകുകയേ ഉള്ളൂ.